കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ഈ ട്യൂസ്ഡേ ഈവനിങ് ബൈബിൾ ക്ലാസ്സായിട്ട് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ in the matchless name of our Lord and Savior Jesus Christ. Thank you all for coming here. Tonight we are going to mainly look into chapter 6 of Romans, verses 1 to 3. ഈ രാത്രിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ ആ വേദഭാഗം ഞാൻ പറയുന്നതിന് മുൻപ് ലാസ്റ്റ് വീക്കുകളിൽ നമ്മൾ ചിന്തിച്ച ആ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു അഡീഷണൽ ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അഡീഷണൽ അല്ല, ആ വേദഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ചിലരെങ്കിലും തെറ്റായി ധരിക്കുവാൻ സാധ്യതയുള്ളതും അങ്ങനെ തെറ്റായി ചിലർ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ബിഫോർ വി ഗോ ഇൻ ടു ചാപ്റ്റർ 6 വേഴ്സസ് Baiju, can you all come in the front? Before we all go into chapter 6, 1 to 3, we will look into verses 12 to 21 of chapter 5, because if you read that passage carefully, even we ourselves carefully, if we read that passage, we ourselves may have some doubts on the passage. And in fact, some people they teach something which is so strange to the teachings of the Bible, which is that because Christ died on the cross, just because in Adam, because of the one action of Adam, all humankind became sinners, and thereby death is reigning in humanity. And therefore, when Christ came, he reverses everything. And in fact, we read, through Christ, all, that is the word we read in that passage. So they conclude, or they misinterpret the passage, that whether you believe it or not, everybody, it is not necessary that somebody should believe in the Lord Jesus Christ to be saved. By default, since you were in Adam, and just because of his action, all have sinned, all fell into sin, and thereby death reigned. Therefore, when Christ comes along, the last Adam, his work on the cross will result in the salvation of all people. So even when we ourselves, if you read carefully, if you will think carefully, it may seem the passage is implying what I have just said. It may seem. നമ്മൾ ആ വേദഭാഗം വളരെ കെയർഫുള്ളായിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ, ഉദാഹരണത്തിന്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ അപ്പോൾ ആദാം മുഖാന്തരം പാപം കടന്നു, ആദാമിൻ്റെ പ്രവൃത്തിയാൽ മരിച്ചു. ഓക്കെ. പക്ഷേ ക്രിസ്തു 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, when you
കം ടു വേഴ്സ് 15, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. വേഴ്സ് 17, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. വേഴ്സ് 18, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. നോ, look at those verses. When you read it superficially, and when you pause for a moment to think on the passage, it may appear, verse 18, therefore, as through one man's offense judgment came to all men, resulting in condemnation, even so through one man's righteous act, the free gift came to all men. 18ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പോൾ ഈ വേദഭാഗം എടുത്തിട്ട് ചിലർ ഒരിക്കൽ, എനിക്കറിയില്ല ഏത് സഭയിലെ അച്ഛനാണെന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഒരു മർത്തോമായിലെ അച്ഛനാണ്. പക്ഷേ മർത്തോമായിലെ അച്ഛന്മാർ അത്ര പറയാൻ ഡെയർ ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. കാരണം മർത്തോമാ സഭ പൊതുവെ ഒരു സുവിശേഷ വിഹിത സഭയായിട്ട് അറിയപ്പെടുന്ന ഒരു സഭയാണ്. ഒരു അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടതാ, ആരെങ്കിലും നിങ്ങളോട് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, അദ്ദേഹം പറഞ്ഞിങ്ങനെ, അങ്ങനെ വരുന്നവനെ കുനിച്ച് നിർത്തി മുതുകിന് ഇടിക്കണമെന്ന്. നിങ്ങളാരെങ്കിലും കേട്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ക്ലിപ്പ് കേട്ടതാ. അപ്പം ഞാനൊന്ന് അമ്പരന്നു, എടാ മർത്തോമായിലെ ഒരു അച്ഛൻ ഇത് പറയാനായിട്ട് ധൈര്യപ്പെടുമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. പിന്നീട് മനസ്സിലായി, നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂട്ടത്തിൽ ഭയങ്കര കൺവെൻഷൻ വേദികളൊക്കെ കൊടുത്ത പലരും ഇപ്പോൾ അത് പറയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ അതിൽ ഇതെല്ലാം കിടപ്പുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സഭാ മീറ്റിങ്ങുകളിൽ അല്ലെ കൺവെൻഷൻ വേദികളിൽ വലിയ പ്രസംഗകരായിട്ട് നമ്മുടെ ആൾക്കാർ കൊണ്ടു നടന്നവർ ഇതേ കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ് റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഞാൻ അതൊന്ന് സൂചിപ്പിക്കാതെ മുൻപോട്ട് പോയാൽ അത് ശരിയാകില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് 6-ാം അധ്യായത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, സോ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ, സോ വി വർ ടോക്കിംഗ് അബൌട്ട് at least 4 reigns, REIGN, reign, rule. 4 വാഴ്ചകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, the reign of sin, the reign of death, the reign of grace, the reign of life. 4 വാഴ്ചകളെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. Reign of sin and death came through Adam. Reign of sin and death was the result of the action of one man. He is the head of the old humanity. So that is the result of one man. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി, ആ പഴയ ആദാമിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട എല്ലാവരിലേക്കും പാപവും അതിൻ്റെ ഫലമായ മരണവും കടന്നു വന്നു.
ആദാം പാപം ചെയ്തു. ഏകൻ്റെ അനുസരണക്കേടിനാൽ, ഹിസ് ഡിസൊബീഡിയൻസ് ആൻഡ് ഹിസ് fall, all have sinned. Now, Christ, because of one man's obedience, ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എല്ലാവരും എന്തായി തീർന്നു? നീതിമാന്മാരായി തീർന്നു. അല്ലെങ്കിൽ നീതിമാന്മാരായി തീർന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നീതീകരിച്ചു, ജീവനിലേക്ക് വന്നു, കൃപ ലഭിച്ചു. ഓക്കെ, ഒന്നാമതായിട്ട് ഈ കാര്യം ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം മറ്റൊരു വേദഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. It is so natural to associate another passage of the scripture with these verses. 1 Corinthians chapter 15 and verse 22. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 15-22 കൂടെ ഈ വേദഭാഗം ഞാൻ ഈ പറഞ്ഞ ഐഡിയയുമായിട്ട് അവർ ചേർത്ത് പറയും. ഒന്ന് വായിച്ചോളൂ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. Look at that. As in Adam all die, even so in Christ all shall be made alive. So the many and all men, these expressions in Paul, it appear to be synonymous and therefore interchangeable. ഈ രണ്ട് പ്രയോഗങ്ങൾ, ആദാമിൽ all men die, എല്ലാവരും ജീവിക്കപ്പെടും, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിനു പകരം ഒന്നായിട്ടും സമാന്തരമായിട്ടും ഉപയോഗിക്കുന്ന കാര്യമായിട്ടാണ് പല പ്രിയപ്പെട്ടവരും പഠിപ്പിക്കുന്നത്. എന്നാൽ in the Bible, number one, there are many arguments against this. But before I give you the arguments against this, let me give you a general principle. In the Bible, and especially in the New Testament, when the word all is there, that word is not used without qualification. So let me repeat that and I'll give you example. So when you come across the word all, it is not used without qualifying it or giving the context to that particular word. For example, Acts of the Apostles chapter 2 and verse 17. അതായത് ഒന്നാമതായിട്ട് ഈ പറഞ്ഞ കാര്യത്തിനെതിരെ ദൈവവചനത്തിൽ നിന്നും നമ്മളതിനെ ഖണ്ഡിക്കാൻ പോകുക. എന്നാൽ അത് ഓരോന്നായിട്ട് പറയുന്നതിന് മുൻപേ പൊതുവായിട്ട് ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ എല്ലാവരും എന്ന വാക്ക്, അല്ലെങ്കിൽ എല്ലാവരും, സകലരും എന്ന വാക്ക് വേദപുസ്തകം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ആ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം അതിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുമ്പോഴെല്ലാം തന്നെ അത് റിലേറ്റീവായിട്ട്, ആപേക്ഷികമായിട്ടാവേ. എനിക്കറിയാം അങ്ങനൊന്നും ആ വാക്കുകളൊന്നും പറഞ്ഞ് അങ്ങോട്ട് കയറുകയില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ വേദഭാഗത്തേക്കൊന്ന് വരാം. വേഴ്സ് 2 and verse 17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. So look at that. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും, on all people, അല്ലേ? That's not 2:17. 2 verse 1:7. Okay. അന്ത്യകാലത്ത്, and it shall come to pass in the last days, says God, that I will pour out my spirit on all flesh. What does it mean? It does not mean that every single human being in the world. Does it mean? No, it doesn't mean. നോക്കിയേ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ
പകരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള എല്ലാവരുടെ മേലും ഞാൻ ആത്മാവിനെ പകരുമെന്നാണോ പറയുന്നത്? അല്ല. സകല ജഡമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, so when the Bible mentions, for example, in this verse, that all flesh, it does not mean every human or every single human being without any exception. But it does mean people of all categories. It is not exclusively to the people of Israel alone. That is the meaning. അല്ലേ? അവിടെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള എല്ലാവരുടെ മേലും ആത്മാവിനെ പകരുമെന്നല്ല, നേരെ മറിച്ച് യഹൂദന്മാരുടെ മേൽ മാത്രമല്ല, പിന്നെ ലോകത്തിലുള്ള അനേക കാറ്റഗറിയിലുള്ള അനേകരുടെ മേൽ, ജാതികളുടെ മേൽ, വംശങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ജാതികളിലും വംശങ്ങളിലുമുള്ള എല്ലാവരുടെ മേലും എന്നാണോ അർത്ഥം? അല്ല, അങ്ങനെയല്ല. ഓൾ നേഷൻസ്, ഏജസ്, there will be no distinctions or differences between the age group and whether a person is a male or female, whether a person is an outcast or a Jewish person. Without difference, without any distinctions, God will pour out His Spirit upon all categories of people. So this is how the Bible uses the word all. Okay, അപ്പോൾ ഇങ്ങനെയാണ് ദൈവവചനം സകല ജഡത്തിന്മേലുമെന്ന് പറയുന്നത്. അപ്പോൾ ഏക മനുഷ്യന്, ഒരുവൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി, അപ്പം ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീർന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദാമിൽ പാപികളായി വീണതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും അങ്ങ് ഒടുവിൽ രക്ഷിക്കപ്പെടുമെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇനിയും നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ഒന്നാമതായിട്ട്, the two communities in Adam and Christ are related to them, meaning Adam, one community related to Adam, and the other community related to Christ. We are related to either Adam or Christ in two different ways. That is number one. നമ്മൾ ആദാമിനോടുള്ള നമ്മുടെ ബന്ധവും ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധവും വ്യത്യസ്തമായി രണ്ട് നിലകളിലാണ്. We are in Adam by birth. Okay? That is our relation. Our relation to Adam is by birth, whereas our relation to Christ, or we are in Christ, only by new birth. So that is the first difference. ആദാമിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് നമ്മളെല്ലാവരും ആദാമില്ല. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുന്നത് എങ്ങനെയാ? വീണ്ടും ജനനത്താലാണ്. ദാറ്റ് ഈസ് അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. സോ although the phrase which we read in 1 Corinthians chapter 15, as in all Adam die, means literally everybody without exception. The all who in Christ are made alive are identified in the next verse as those who belong to Him. Can you read that verse again? 1 Corinthians chapter 15 22 and verse 22 and
Okay, 22 and 23. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചല്ലോ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇനിയും അടുത്ത വാക്യം, ഓരോരുത്തനും താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുയേശുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കപ്പെടുന്നത് ആരാ? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, those who belong to Christ. Who will be made alive in Christ? Only those people who belong to Christ. So when the Bible uses the word all, we have to see the context. Okay. Secondly, in Romans chapter 5 and verse 17, we read about the people who reign in life. Who are the people who reign in life? 5:17 ജീവനിൽ വാഴുന്നത് ആരാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. Only the people who receive God's abundant provision of grace will reign in Christ. So that is very clear. And thirdly, അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ അവിടെ കണ്ടു, ജീവനിൽ വാഴുന്നതാരാ? എല്ലാവരും മരിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ ജീവനിൽ ആര് മാത്രമേ വാഴുകയുള്ളൂ? കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ മാത്രമേ വാഴുകയുള്ളൂ. ഓക്കെ, സോ ദർ ഈസ് എ ഡിഫറൻസ്. ആൻഡ് മൂന്നാമതായിട്ട് റോമാലേഖനം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നീതീകരണം കൃപയാൽ വിശ്വാസത്താൽ മാത്രം. സോ പോൾ emphasis throughout the book of Romans is that justification is by faith, and therefore all people are not justified irrespective of whether they believe or not. That is not the way it is. Only those who believe, only those who have been given grace and mercy, those who believe, those who take hold of God's free gift of salvation, only those people will be justified. It is very clear in Romans. റോമാലേഖനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നീതീകരിക്കപ്പെടുന്നില്ല. ആര്? വിശ്വാസത്താൽ. വിശ്വാസത്താൽ കൃപയാൽ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെടുന്നു. മാത്രമല്ല റോമാലേഖനം 2:5 നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കോപം. സോ നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു. So Romans also gives us the solemn warning that on the last day of God's wrath will be poured out on those who persist in their sinful, self-seeking way of life. They will perish. Okay. And there are many other arguments from the passage itself. So, if you ask me, even the disciples of Jesus asked once, Lord, only a few will be saved. That was the question. Are there only a few? Only a few. കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണോ? ശിഷ്യന്മാരൊരിക്കൽ ചോദിച്ചതാ. ഉടനെ കർത്താവിൻ്റെ മറുപടി എന്നറിയോ? കർത്താവിൻ്റെ മറുപടി, ഇടുക്കുവാതിൽ കൂടെ കടപ്പാൻ പോരാടുവിൻ. അനേകർ ആഗ്രഹിക്കും, പക്ഷേ അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഓക്കെ. എന്നാൽ so when the disciples asked, Lord,
are there only few people will be there? The Lord answered, strive to enter through the narrow gate. Many will try, but only few will enter. Does that mean only few people will be there in eternity? Thankfully, that's not what the Bible teaches. ദൈവവചനം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 7. Let's talk about eternity for a moment. Chapter 7 and verse 9. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. Look at that. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? After these things I looked, and behold, a great multitude which no one could number, of all nations, tribes, peoples, and tongues, standing before the throne and before the Lamb, clothed with white robes, with palm branches in their hands. So ultimately, this is such an encouragement for evangelism, isn't it? This is an encouragement. Last Sunday when we went there, we could only witness few, and Brother Manu and all only could talk to few people. But ultimately, let us do the work of evangelism more, because there will be a great number in eternity. Isn't it not an encouragement to do evangelism? അല്ലേ? സുവിശേഷം പറയാനുള്ള ഒരു വലിയ എൻകറേജ്മെൻ്റ് അത് അല്ലേ? എന്താ? ആർക്കും എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരം വെള്ളനിലയ. അപ്പോൾ നിത്യതയിൽ, just as in a kingdom, the people who are free will be more than the people who are in jail. Is it not? അല്ലേ? ഒരു രാജ്യത്ത് ജയിലിൽ കിടക്കുന്നവരാണോ കൂടുതൽ, അല്ലാതെ പുറത്തുള്ളവരാണോ കൂടുതൽ? പുറത്തുള്ളവർ തന്നെയാണ്. അതുപോലെയാകും യേശുവിൻ്റെ രാജ്യത്തിൽ, കേട്ടോ. അതാ എൻ്റെ പ്രതീക്ഷ. ഞാനതാ മനസ്സിലാക്കുന്നത്. ബട്ട് ദർ വിൽ ബി മെനി പീപ്പിൾ ഇൻ ഇറ്റേണൽ ഹെൽ, ടു ബി ഷുവർ. പക്ഷേ നമ്മുടെ ദൗത്യം എന്താ? കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനം ഇതായതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന മീൻസ് എല്ലാം ഉപയോഗിച്ച് കർത്താവിൻ്റെ സുവിശേഷം പറയണം. കാരണം അതുകൊണ്ടാണ് പോൾ എൻകറേജ് ചെയ്യുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം. See, the encouragement Paul gives in 1 Corinthians chapter 15. Therefore, my brethren, you be unshaken and stand firm, knowing that your labor in the Lord is not vain. നിങ്ങളുടെ എന്താ? knowing that your labor is not vain in the Lord. നിങ്ങളുടെ പ്രയത്നം എന്തല്ല, വ്യർത്ഥമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലേ എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. This is such an encouragement for evangelists. Although Adam has brought that fall, Christ is reversing that. There will be many from many tribes, from all the tribes and from all the categories of people.
there will be many who will be reigning in life in eternity. Praise God. And that is why the work on the cross is not a failure. Christ triumphed on the cross. Christ triumphed on the cross. ക്രൂശിന്മേൽ കർത്താവ് എന്ത് ചെയ്തു? ജയിച്ചു. എന്താണോ ക്രൂശിൻ്റെ ഉദ്ദേശം, അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ ഒരു ദേശത്ത് ജയിലിലുള്ളവരാ ചുരുക്കം, എന്നാൽ സ്വതന്ത്രരായിട്ടുള്ളവർ ഒത്തിരിയുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇറ്റേണിറ്റി എന്ന എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ ഇടയാകട്ടെ. ഓക്കെ, നൗ let us come back to chapter 6. Chapter 6, we will just read verses 1 to 3. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഓക്കെ, സോ Paul, he has been explaining, or he has shown us how God's gracious act in Christ, when appropriated by faith, puts people into a new relationship with God and assures them that they will be saved from the wrath in the last day. പൗലോസ് ഇതുവരെയും ഈ 5-ാം അധ്യായം വരെ പറഞ്ഞുകൊണ്ടിരുന്നതാകുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ ആ ക്രൂശിലെ ആ പ്രവൃത്തി നിമിത്തം, അത് വിശ്വാസത്താൽ അതിനെ അനുഭവിക്കുന്നവർ എങ്ങനെ വരുവാനുള്ള കോപത്തിൽ നിന്നും അവർ രക്ഷപ്പെടുമെന്നുള്ളതാകുന്ന ആ കാര്യമാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. So he was explaining that we will be saved from the wrath. He was talking about the future because of the past act of justification. Now, in chapter 6, Paul is beginning to speak what has justification has to do with the way we live now, or the present day, or the present age. So what Paul was writing, Christ's death, he paid the penalty once and for all, and thereby he saved us from the penalty of sin. But he also writes, it is not only from the penalty of sin, but also from the power of sin, Christ saves us. പൗലോസ് ഇതുവരെ പറഞ്ഞ ഒരു കാര്യം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ പ്രവൃത്തി നമ്മെ വിടുവിക്കുന്നു, നമ്മുടെ ആ ഫ്യൂച്ചറിനെ അഷ്വർ ചെയ്യുന്നു. നമ്മുടെ ഭാവി എന്താണെന്നുള്ള കാര്യം, നാം എത്രയധികം കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, അവനാൽ ദൈവത്തോട് നിരപ്പ് വന്ന ശേഷം എത്രയധികമായി കോപത്തിൽ നിന്നും രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു വലിയ അഷ്വറൻസ് ദൈവവചനം നമുക്ക് തരുമ്പോൾ, നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് വിടുവിച്ചെങ്കിൽ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരെല്ലാം തന്നെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. In other words, if you have experienced justification, you will also experience sanctification.
ഓക്കെ, നമുക്ക് നീതീകരണം കിട്ടിയെങ്കിൽ വിശുദ്ധീകരണം നമ്മിൽ സംഭവിക്കും. What is the difference between justification and sanctification? Justification is acquitting us from the guilt of sin, whereas sanctification is, it is the deliverance of or deliverance from sinning. Okay? Justification, God acquits us or He pronounces us as though not guilty. Not guilty. നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല? നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായിട്ട് ദൈവം കണക്കിടുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം. That's why Paul writes in 2 Corinthians chapter 5, the last 2 verses. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാകും. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത്. അപ്പോൾ എ ഗ്രേറ്റ് എക്സ്ചേഞ്ച് ഹാസ് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. My sin was imputed on Christ, and therefore, taking my sin on Him, He died on behalf of me and fulfilled God's law that the person who sins must die. ക്രിസ്തു എൻ്റെ പാപം അവിടുന്ന് ഏറ്റെടുത്തിട്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന ദൈവത്തിൻ്റെ തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് എൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. എന്നിട്ട് it doesn't stop there. He died, dying my death. Then He gave me His righteousness. അപ്പോൾ എൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേലിട്ടു, ക്രിസ്തുവിൻ്റെ നീതി എനിക്കും തന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെ ദൈവം എന്നെ കാണുമ്പോൾ വേർഡിക്റ്റ് എന്താ? നോട്ട് ഗിൽറ്റി. When God looks at me through Christ, He sees me through Christ, and God declares, the Father declares, not guilty. Okay? But that is my position in Christ. That is my position. എന്നാൽ അതിൻ്റെ പേരാണ് നീതീകരണം. നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതിൻ്റെ അർത്ഥം അവൻ ഓൾ ഓഫ് എ സഡൻ അവൻ്റെ എല്ലാ പാപപ്രവൃത്തി അവനിൽ നിന്ന് മാറിയെന്നല്ല. ഇത്രേ സംഭവിച്ചുള്ളൂ, നോട്ട് ഗിൽറ്റി, അതായത് കുറ്റം ചെയ്തിട്ടില്ല. സോ വെൻ ഗോഡ് ജസ്റ്റിഫൈസ്, it is a powerful declaration, not guilty. But that is justification. But the second step is sanctification. So അതെന്താ? ഡെലിവറൻസ് ഫ്രം സിന്നിങ്. പാപം ചെയ്യുന്നതിൽ നിന്ന് ഉള്ള വിടുതൽ. I am being delivered from sinning. Okay, it shouldn't be confused. So, in justification,
God imputes Christ's righteousness to me. In sanctification, the Spirit infuses grace and He enables me. He enables me to subdue sin. Okay? Justification, sanctification. നീതീകരണം, വിശുദ്ധീകരണം. ക്രിസ്തുവിൻ്റെ നീതി എൻ്റെതായി കണക്കിടുന്നു. എന്നാൽ വിശുദ്ധീകരണത്തിൽ എന്നാ സംഭവിക്കുന്നേ? പാപത്തിൻ്റെ ശക്തിയെ കീഴടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എനേബിൾ ചെയ്യുന്നു, നമ്മളെ എംപവർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് വിശുദ്ധീകരണം. സോ ഇൻ ചാപ്റ്റർ 6 the topic is subduing sin. 6-ാമത്തെ അധ്യായത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് പാപത്തെ ദൈവജനം കീഴടക്കുകയാണ്. പാപത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കേവലം പാപപ്രവർത്തികളല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ സിംഗുലർ വാക്കാണ് ഉപയോഗിച്ചേക്കുന്ന. പാപം, പാപം, പാപങ്ങൾ എന്നല്ല, പാപങ്ങൾ എന്നല്ല, പ്രവൃത്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പാപം. അതിൻ്റെ കാര്യം എന്താ? റൂട്ടിലാണ് പണി തുടങ്ങുന്നത്. ഓക്കെ, വേരിലാണ് പണി തുടങ്ങുന്നത്, അല്ലാതെ കതിരിലല്ല പണി. ഇനിയും ഈ കതിരിലുള്ള പണിയുടെ പേരാണ് മോറലിസം എന്ന് പറയുന്നത്. മോറലിസം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Don't confuse the doctrine of grace with either moralism or the extreme end of legalism, or even what that wonderful servant of the Lord termed the cheap grace. Dietrich Bonhoeffer, he called it cheap grace. What does it mean? Once saved, always saved, therefore live as you like, no problem. Okay, so there is something related to that. The doctrine of grace is perverted sometime, and that is why when Jude the apostle, when he writes, although he began writing about something, he began writing about the common salvation once entrusted to the saints, but as soon as he took the pen, God, the Holy Spirit began impacting him. No, you are not to write about that, write about something else. Can you read the first few verses of Jude? യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. അധ്യായം ഏതാണെന്ന് മനസ്സിലായോ? ഓക്കെ, വായിച്ചോളൂ. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നോക്കിയേ, അപ്പൊ ഇത് 1-ാം നൂറ്റാണ്ടിലെ തുടങ്ങിയ ഒരു കാര്യമാണ്. ഏതാ? കൃപയെ ടു ട്വിസ്റ്റ്, എന്താ പറയുന്നേ, ദൈവത്തിൻ്റെ ആ കൃപയെ, ഫ്രീ ഗ്രേസിനെ വളച്ചൊടിച്ചിട്ട് തങ്ങളുടേതാകുന്ന ദുഷ്കാമ പ്രവർത്തികൾക്കു വേണ്ടി അതിനെ
ഉപയോഗിക്കുന്ന. അപ്പോൾ 3 നിലയിൽ ഇത് പോകുന്നു. ഒന്ന് ലീഗലിസം, വേറൊരു ലീഗലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഗലിസത്തിനൊരു ഭയങ്കര പ്രശ്നമുണ്ട്. എന്നാണെന്നറിയാം, ലീഗലിസത്തിനും ഉണ്ട് മോറലിസത്തിനും ഉണ്ട്. വലിയ പ്രശ്നം എന്നാണെന്നറിയാം, ഈ ലീഗലിസവും മോറലിസവും നമ്മളെ പ്രൗഡാക്കും. കാരണം മോറലിസം ഓക്കെ, ഞാൻ വളരെ വളരെ പോളിഷ്ഡാണ്, ഞാൻ വളരെ സാവധാനതയിലാണ് എല്ലാവരോടും ഇടപെടുന്നത്, എല്ലാവരും എന്നെക്കുറിച്ച് കരുതുന്നത് എത്ര നല്ല മനുഷ്യൻ അല്ലേ. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരാളെ കാണുന്നുടനെ എനിക്കെന്ത് തോന്നുന്നു, അയാളുടെ വർത്താനം കേട്ടോ, അയാൾ പറയുന്ന കണ്ടോ. മോറലിസം എന്താ? നല്ല കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ഞാൻ വിശുദ്ധീകരണം പ്രാപിക്കും. ഓക്കെ, നല്ലതായിട്ട് ജീവിച്ചാൽ. പിന്നെ ലീഗലിസം ഉണ്ട്. ലീഗലിസം എന്താ? ഇത്രയും നിയമം ഒന്നും പോരാ. എല്ലാവരും, ഞാൻ ഒരിക്കൽ കേട്ടു, എല്ലാവരും വെള്ളം ഇട്ടത് മാത്രം പോരാ. കോവിഡിൻ്റെ സമയത്തായിരുന്നു, മാസ്ക് കൂടെ വെള്ളം വെച്ചുകൊണ്ട് വന്നോണം ഇവിടെ. നിങ്ങൾ അതിൻ്റെ ശരി തെറ്റിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തെ ഞാൻ പരിഹസിക്കുകയോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ലീഗലിസത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വെള്ളയും ഇട്ടാൽ, മാസ്ക് കൂടെ വെച്ചാൽ ഞാൻ എന്താകും? ഞാൻ സ്വർഗത്തിൽ പോവും. അപ്പം വെള്ളം ഇടുന്നത് നല്ല കാര്യമാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ചോദിച്ചു, ഇവിടെ എല്ലാവരും വെള്ളം ഇട്ടുകൊണ്ട് വന്നാൽ എന്തൊരു പ്രകാശമായിരിക്കും ഇവിടെ അല്ലേ? അല്ല, ലൈറ്റ് ഇല്ലെങ്കിലും നല്ല പ്രകാശമായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് വെള്ളം ഒരു നല്ല ഡ്രസ്സാണ്. ഞാനും വേറൊരു ഡ്രസ്സായിരുന്നു ഇട്ടേക്കുന്നത്. നിങ്ങൾ എന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. അതാ ലീഗലിസത്തിൻ്റെ ഒരു വലിയ പ്രശ്നം. ചിലടത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ഉപദേശി സഭായോഗത്തിന് ഇടയ്ക്ക് ഇറങ്ങി നോക്കുമെന്നാണ് പറയുന്നത്, ആരാ ഇന്ന് കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നതെന്ന്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാ. എന്നാൽ if you are honest enough, you will cry out to God just as Apostle Paul cries out in chapter 7 of Romans, "What a wretched man I am." അല്ലേ? ഓണസ്റ്റ് ആണെങ്കിൽ, നമ്മൾ ദൈവസന്നിധാനത്തിൽ സത്യസന്ധരാണെങ്കിൽ, പൗലോസിനെ പോലെ നമ്മൾ പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ നന്നാകണമെങ്കിൽ, ആ റൂട്ട് നന്നാകണമെങ്കിൽ റൂട്ടിൽ തന്നെയാണ് ചികിത്സ തുടങ്ങുന്നത്. അത് നമ്മളെ കൊണ്ടൊക്കുന്ന കാര്യമല്ല. അതാര് തുടങ്ങുന്നതാ? പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന വിഷയമാണ്. ജസ്റ്റിഫിക്കേഷൻ അതുവരെ പറഞ്ഞു. സോ until chapter 5 Paul talked about justification. Now from chapter 6 he begins talking about sanctification. And he says sanctification happens only in union with Christ. That is the secret. Only in union with Christ. We will talk about that next week. Union with Christ.
ക്രിസ്തുവിനോട് ചേരുക. അവിടെ സ്നാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ആദ്യമേ പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാ: ആകയാൽ കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. വാട്ട് ഷാൽ ബി? ബിക്കോസ് in the previous verse he said, കൃപ പെരുകിയിടത്ത് പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ പൗലോസിൻ്റെ ആ വാക്കുകളെ ചിലർ തെറ്റായി ധരിച്ചു. അവർ ഓഫ് കോഴ്സ് പോളിൻ്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പല when you read the itinerant ministry of Paul, he used to travel around and he used to visit synagogues, Jewish synagogues, and many times he used to dialogue with people. So when dialoguing with people, he must have faced this accusation: Paul, you are doing away with the law of God. Paul says, no, I'm not doing away with the law of God. In fact, if you are truly justified, as God promised in the Old Testament, God writes His law in our heart. അതായത് ശരിയായി വീണ്ടും ജനിച്ച പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ ദൈവം തൻ്റെ ന്യായപ്രമാണത്തെ എഴുതുകയാണ്. It is the root, it is the radical thing, not the external വെള്ളം ഇടുന്ന പരിപാടിയല്ല. It is radical, it is from the heart, and from inside it happens only by grace, by the empowering of the Holy Spirit, and in union with Christ. And that is why Paul says in Galatians chapter 2 and verse 20. അപ്പോൾ ഈ അടിസ്ഥാനപരമാകുന്ന ആ വ്യതിയാനം സംഭവിക്കണമെങ്കിൽ പുറമേ നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, പുറമേ ഉള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കണം. ഇമ്പോർട്ടൻ്റ് ആണോ? ആണ്. ദൈവമക്കൾ പല കാര്യങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഒബീഡിയൻസ് ആവശ്യമാണ്, ഡിസിപ്ലിൻസ് ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെങ്കിൽ അതല്ല നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നത്. നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നത് ക്രിസ്തുവുമായിട്ടുള്ളതാകുന്ന ഏകീകരണമാണ്, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഓൺലി. അതല്ലാതെ പാപത്തെ കീഴടക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. We will talk about this thing, how we are crucified with Christ. We will talk about that next week in this passage. Okay, it is no longer I who live, but Christ lives in me. Christ lives in me, and the life which I now live in the flesh, I live by faith again. Sanctification happens by faith. വിശ്വാസത്താലാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. എക്സ്റ്റേണലി ചെയ്യാൻ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാം, എന്നാൽ ഇൻസൈഡ് സാങ്ക്ടിഫിക്കേഷൻ വേണമെങ്കിൽ വിശ്വാസത്താൽ. എന്നിട്ട് പറയാ, faith in the Son of God who loved me and gave himself for me. So Paul will have so much to tell us about subduing sin. പൗലോസിന് ഈ പാപത്തെ നമ്മളെങ്ങനെ കീഴടക്കും എന്നതിനെക്കുറിച്ച് 6-ാമത്തെ അധ്യായത്തിൽ, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. നമ്മൾ ഈ അധ്യായം അല്പം വിശദമായിട്ട് ചിന്തിക്കും. അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്നാനത്തെക്കുറിച്ചൊക്കെയുള്ള പഠിപ്പിക്കലുകൾ അവിടെയുണ്ട്. അത് എങ്ങനെയാണ് സാങ്ക്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്
ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവവചനത്തിൽ കൂടി ഇത് മനസ്സിലാക്കുന്നതും അതിനുവേണ്ടി നമ്മളെ ആ ഒരു തിരിച്ചറിവ് നമ്മളെ അതിനായിട്ട് ദൈവമുമ്പാകെ സമർപ്പിക്കാൻ നമുക്കിടയാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആകാനായിട്ട്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം. സോ ഗ്രേസ് നോട്ട് ഓൺലി saves from the penalty of sin, it also transforms the sinner. ഒരു പാപിയെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അതിനെക്കുറിച്ചാണ് പോള് തുടർന്ന് പറയുന്നത്. ഗോഡ് വില്ലിങ് വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് നെക്സ്റ്റ് വീക്ക്. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ ഈ പഠനം അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ.ഒ. സ്റ്റീഫൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കാം.